ഹലോ, കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ക്ലാസ്സൊക്കെ ആയിട്ട് ബിസിയായി പോയി. പണ്ടത്തെ പോലെ എപ്പോഴും ലോങ് വീഡിയോസ് ഇടൽ ഇനി കുറവായിരിക്കും കേട്ടോ. പക്ഷേ ഷോർട്സ് വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കാം. ഇന്നൊരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി ഇതല്ലാതെ വേറെ വ്ളോഗുകളൊന്നും വരാനും ചാൻസ് ഇല്ല. രാവിലെ ഒരു 5:30 എഴുന്നേറ്റായിരുന്നു. അപ്പോൾ രാവിലത്തെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് എന്നാൽ ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ കരുതിയത്. 5:30 മുതൽ 7:30 വരെ ഞാൻ മാത്സ് പഠിച്ചായിരുന്നു. പിന്നെ മുതലുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവെ ഹിസ്റ്ററി പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ രാവിലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് ഒരു സമാധാനം കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും മഴ വരുമ്പോൾ പഠിക്കാൻ അത്ര മൂടുണ്ടാവാറില്ല. പക്ഷേ എനിക്ക് മഴ വരുമ്പോൾ എന്താണെന്നറിയില്ല, പഠിക്കാനൊരു മൂഡിങ്ങ് വരും. എനിക്ക് തണുപ്പത്ത് ഇങ്ങനെ അത്യാവശ്യം പ്രൊഡക്റ്റീവൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ ചൂട് സമയത്ത് അത്ര പ്രൊഡക്റ്റീവ് ആകാൻ പറ്റില്ല. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 9:15 ആയി. അപ്പോഴേക്കും ഞാൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. പെൻഡിങ് ടോപ്പിക്കാണ് ഇപ്പോൾ തീർത്തത്. ഇനി വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് പുട്ടും ബീഫുമാണ്. ഉമ്മാക്ക് എണ്ണ താളിക്കാൻ വേണ്ടി തുളസി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി അത് പറിച്ചിട്ട് വരാം. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണ്. ഡേറ്റ് എഴുതിയപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഒരു ദിവസത്തെ ഡേറ്റ് മുമ്പിലായിട്ട് എഴുതിയേക്കണേ. ആദ്യം തന്നെ വൊക്കാബുലറി ആട്ടോ പഠിക്കാൻ പോണത്. ഞാൻ ആ പഠിച്ചതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. 75 സിനോണിംസ് ആൻഡ് ആനോണിംസും 95 ഇഡിയംസും പിന്നെ ഏകദേശം 95 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും പഠിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 വേർഡ്സിനടുത്ത് ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഞങ്ങൾക്ക് 500 വേർഡ്സിൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കണത്. ഏകദേശം 300 പഠിച്ചു. ഇനി 200 കൂടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് മാത്സിൻ്റെ ടോപ്പിക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്തു. ഞാൻ അത് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസൊന്നും പഠിക്കുന്ന സമയത്ത് എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റഡ് ആയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എഴുതി വച്ചേക്കണത്. അപ്പോൾ 12:30 വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേൾക്കണം. ഇംഗ്ലീഷിൻ്റെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്സിൻ്റെ കുറച്ച് റൂൾസുകളുണ്ട്. അപ്പോൾ അതാദ്യം ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. കിട്ടുവാണെങ്കിൽ ചെയ്യും. കാര്യം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതൊക്കെ. പക്ഷേ കുറേ ടോപ്പിക്കുകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാം ഏത് റൂൾസാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ മാറിപ്പോവും. പിന്നെ പൊതുവേ ഇംഗ്ലീഷ് എല്ലാവർക്കും ഇച്ചിരി ടഫാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. അപ്പം ഞാൻ കുറച്ച് ടൈം ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു. റൂൾസൊക്കെ എഴുതിയെടുത്ത റൂൾസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ കാണിക്കണമെന്ന് കരുതിയിട്ട് എടുത്തതാട്ടോ. ഇംഗ്ലീഷിൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിനൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ മാത്സ് സ്പീഡ് കുറവാണ്. ഇതിപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് 30 സെക്കൻഡ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. തൽക്കാലത്തേക്ക് ഞാനിത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്ക് എടുത്തതാണ്. സംശയം വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആൻസർ ചെയ്തില്ല. കാരണം തെറ്റിക്കഴിഞ്ഞാൽ മൈനസ് മാർക്ക് വരും, ഉള്ള മാർക്കോടെ പോവും. സോ ഉറപ്പുള്ള 2 ക്വസ്റ്റ്യനാണ് ഞാൻ ആൻസർ ചെയ്തത്. അപ്പോൾ 2 കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവണം. സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മൾ ഈ കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം
നമുക്ക് പോവും. 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാനൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് ഇതിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എനിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ അതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കുവാണ്. പിന്നെ ഈവനിങ് ആയി, ചായയും പഴം ഉണ്ടായിരുന്നു, അത് പൊരിച്ച് അത് കഴിച്ചു. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇന്നങ്ങനെ സ്കിൻ കെയറിങ് ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിലും സ്കിൻ കെയറും ചെയ്യാറില്ല, പക്ഷേ ഇന്ന് മുഖത്തൊന്നും ഞാനിപ്പോൾ തൽക്കാലം ഒന്നും തേക്കുന്നില്ല. എപ്പോഴും ഡെസ്കിലിരുന്ന് പഠിച്ചാൽ എനിക്ക് ബോറടിക്കും, ഉറക്കമൊക്കെ വരും. പ്രത്യേകിച്ച് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നല്ല ഉറക്കം വരും. അപ്പോൾ ഞാൻ ബെഡിലിരുന്നിട്ട് പഠിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ പഠിക്കണത് വൊക്കാബാണ്. അപ്പോൾ ബാക്കി നമുക്കൊരു 200 വേർഡ്സ് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല, ഫുഡ് കഴിച്ച് കിടന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.